GCC ഭസ്മീകരിക്കും, ഭസ്മമായി പോകും. ആ രീതിയിലേക്ക് വേണമെങ്കിൽ പോകാം. സൂയിസൈഡ് മിഷനുകൾ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. ഞങ്ങൾ മുങ്ങും നിങ്ങളെയും മുക്കുന്നു എന്ന രീതിയിലേക്ക് ഇറാൻ്റെ സൈനിക സന്നാഹം, ഇറാൻ്റെ IRGC എന്ന് പറയുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സംഘം അവർ നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ. തുർക്കിക്കെതിരെ ഒരു ബാലിസ്റ്റിക് മിസൈൽ വരുന്നു, ആ ബാലിസ്റ്റിക് മിസൈലിനെ അടിച്ചിടുന്നു എന്ന് പറയുന്നത്. അപകടം എന്താണെന്ന് വെച്ചാൽ തുർക്കി നാറ്റോ സഖ്യത്തിൽപ്പെടുന്നതാണ്. നാറ്റോ സഖ്യത്തെ ഒരു രാജ്യം ആക്രമിച്ചാൽ ബാക്കിയുള്ള 32 രാജ്യങ്ങളും തിരിച്ചടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. എന്ന് വെച്ചാൽ ഇറാൻ പുതിയൊരു ശത്രുക്കൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മറ്റൊന്ന് അസർബൈജാനിൽ ഒരു ഡ്രോൺ വന്ന് പൊട്ടുന്നു. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണെങ്കിൽ ഒരു ചെറിയ രാജ്യമാണ്. ഇസ്രായേലുമായി ചെറിയ സൈനിക സഖ്യമൊക്കെ ഉണ്ടെങ്കിലും ഈ യുദ്ധത്തിൽ അവർ പാർട്ടിയെയല്ല, അവിടെ നിന്നൊന്നും ഇങ്ങോട്ടും വരുന്നില്ല, ഇവിടെ നിന്നും അങ്ങോട്ടും പോകുന്നില്ല, അങ്ങനെ ഇരിക്കെ അടിക്കുന്നു. അസർബൈജാൻ ഇറാൻ ആക്രമിക്കുന്ന 8ാമത്തെ രാഷ്ട്രമായി നിൽക്കുകയാണ്, സ്റ്റാർട്ടിങ് ഫ്രം ഇസ്രായേൽ. അപ്പോൾ ഈ യുദ്ധം എങ്ങോട്ടൊക്കെയോ പോവുകയാണ്. പലതരം കഥകൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതായത് ഇറാൻ്റെ സർക്കാരുമായുള്ള നേരിട്ടുള്ള ബന്ധം സൈന്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. യുദ്ധം വന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു രീതി അനുസരിച്ച് ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സ് അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ മുഴുവൻ നിയന്ത്രണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ സൈന്യമല്ല IRGC എന്ന് പറയുന്നത്, വേറൊരു സംവിധാനമാണ്. അവർക്കൊരു വേറൊരു കോഡാണ്. അവർ ആൻസർ ചെയ്യുന്നത് സുപ്രീം കൗൺസിലിനും അതിൻ്റെ മുകളിലുള്ള ആയത്തുള്ളയ്ക്കുമാണ്. അവർ വേറെന്തോ രീതിയിൽ ചെയ്യുകയാണോ അതായത് നാറ്റോയെ ശത്രുവാക്കുന്ന 8 രാജ്യങ്ങളെ, പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തെ ആക്രമിക്കുന്ന എന്താണ് ഇതിൻ്റെ യുക്തി? പല യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പക്ഷേ വിമതരെ ഒതുക്കുന്നതാവാം ലക്ഷ്യം. പക്ഷേ ഇറാന് ഇത് താങ്ങാൻ പറ്റുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇറാന് ഇത് താങ്ങാൻ പറ്റുമോ? 8 രാജ്യങ്ങൾ, പലവിധ യുദ്ധമുഖങ്ങൾ. ഇതെങ്ങനെ ഈ യുദ്ധം ഇറാൻ സർവൈവ് ചെയ്യും നമുക്കറിയില്ല. ഒരു പക്ഷേ ഒരു സൂയിസൈഡ് മിഷനിലേക്കാണോ IRGC പോകുന്നത്? അങ്ങനെയാണെങ്കിൽ GCC ഭസ്മീകരിക്കും, ഭസ്മമായി പോകും. ആ രീതിയിലേക്ക് വേണമെങ്കിൽ പോകാം. സൂയിസൈഡ് മിഷനുകൾ എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയില്ല. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നടന്ന ആക്രമണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം 2 വിമാനങ്ങൾ വെടിവെച്ചിട്ടു ഖത്തറിനടുത്ത് വെച്ച്. അത് ഭൂമിയിൽ നിന്ന് വെറും 80 അടി താഴ്ചയിൽ പൊക്കത്തിൽ മാത്രം പറന്നുപോയ 2 വിമാനങ്ങളാണ്. ലക്ഷ്യസ്ഥാനത്തിന് 2 മിനിറ്റ് ദൂരെ വെച്ചാണ് അവസാനം ഈ പ്ലെയിനുകളെ കണ്ടുപിടിക്കുന്നതും തകർക്കുന്നു. അപ്പോൾ അത്രയും വലിയ, ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടാണ് പോകുന്നത്. അത്രയും ക്രൂഷ്യലായിട്ടുള്ള ഭയങ്കര സൂയിസൈഡൽ മിഷനുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇറാൻ്റെ ഭാഗത്തു നിന്ന്. അപ്പോൾ അവിടുത്തെ ഡിഫൻസ് സിസ്റ്റത്തിന് ഇത്തരം പ്ലെയിനുകളെ കണ്ടുപിടിക്കാനാവില്ല എന്നതും ഇറാൻ അറിയാം എന്നിപ്പോൾ മനസ്സിലാകും. ചുരുക്കത്തിൽ ഒരു ഫൈറ്റ് ടു ദ ഫിനിഷ് എന്നതിലേക്ക്, ഞങ്ങൾ മുങ്ങും നിങ്ങളെയും മുക്കുന്നു എന്ന രീതിയിലേക്ക് ഇറാൻ്റെ സൈനിക സന്നാഹം, ഇറാൻ്റെ IRGC എന്ന് പറയുന്ന വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള സംഘം അവർ നീങ്ങുകയാണെന്ന് വേണം മനസ്സിലാക്കാൻ.